പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ 4th ക്ലാസ്സാണ്, 4ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദാറ്റ് ഈസ് y ഡാഷ് ഇ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണെങ്കിൽ, ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ നമ്മളൊരു ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഐ എഫ്. എന്താണ് ഐ എഫ് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ദാറ്റ് ഈസ് എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ? ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. പി ഓഫ് എക്സ് വൈയുടെ കൂടെയുള്ള ടേമാണ്, വൈയുടെ കൂടെയുള്ള ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഫംഗ്ഷനാണ് പി ഓഫ് എക്സ്. എന്താണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത? എപ്പോഴും വൈ ഡാഷിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആക്കണം. ഓക്കെ, 1 ആവണം. 1 അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും 1 ആക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് വൈ ഡാഷ് പ്ലസ് ഇ റേസ് ടു എക്സ്, നെക്സ്റ്റ് വൈ ഈക്വൽ ടു സൈൻ എക്സ്. ഇവിടെ പി ഓഫ് എക്സ് എന്താ? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ പി ഓഫ് എക്സ് എന്താ? നിങ്ങൾ തെറ്റിച്ച് ഒരു പക്ഷേ ഇങ്ങനെ എഴുതി വെക്കും, പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. പക്ഷേ ഇ റേസ് ടു എക്സ് അല്ല, എന്താവണം? ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് വൈ ഡാഷിൻ്റെ കോഫിഷ്യൻറ്റ് 1 ആണോ ചെക്ക് ചെയ്യണം. ഇവിടെ വൈ ഡാഷിൻ്റെ കോഫിഷ്യൻറ്റ് 1 അല്ല, എക്സ് ആണ്. അതുകൊണ്ട് ത്രൂ ഔട്ട് ഇവിടെ എക്സ് കൊണ്ട് ഹരിച്ച് ഇവിടെ 1 ആക്കണം. അപ്പം എന്ത് വരും? വൈ ഡാഷ് പ്ലസ് ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്നായി. ദാറ്റ് ഈസ് പി ഓഫ് എക്സ് എന്താ? എന്നിട്ടേ പി ഓഫ് എക്സ് നിങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്നായി. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ എന്താണ് സൊല്യൂഷൻ? ദറ്റ് ഈസ് വൈ ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് നെക്സ്റ്റ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് സി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇതാണ്. ഇനി ഇങ്ങനെയല്ലെങ്കിലോ, അഥവാ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ വൈ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ കൂടെ ഒരു വൈ പവർ എ വന്നു വിചാരിക്കുക. വൈ വന്നു, അല്ലെങ്കിൽ വൈ സ്ക്വയർ വന്നു, അല്ലെങ്കിൽ വൈ ക്യൂബ് വന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷൻ. ഓക്കെ, പഠിച്ചിരിക്കണം എന്താണ് ബെർണോളിസ് ഇക്വേഷൻ, നിങ്ങൾ പഠിച്ചിരിക്കണം. ബെർണോളി ഇക്വേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡിവൈഡ് വൈ പവർ എ. ദാറ്റ് ഈസ് തന്നിട്ടുള്ള ഇക്വേഷനെ ഇവിടെ എന്താണോ നിങ്ങൾക്ക് വന്നിട്ടുള്ള ടേം അതുകൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം എന്ത് വരും? വൈ ഡാഷ് ഡിവൈഡഡ് ബൈ വൈ പവർ എ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡിവൈഡ് ബൈ വൈ പവർ എ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വരും അല്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, വൈ പവർ മൈനസ് എ ഇൻറ്റു വൈ ഡാഷ് അല്ലേ, മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ മൈനസ് ആയിട്ടാണുള്ളൂ, പ്ലസ് നെക്സ്റ്റ് പി ഓഫ് എക്സ് ഇൻറ്റു ഇവിടെ ആൾറെഡി ഒരു 1 ഉണ്ട്, ഇത് രണ്ടും മൈനസ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ ഇതിനെ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ എന്തായി? ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വൈ പവർ മൈനസ് എ ഇൻറ്റു വൈ ഉണ്ട് അല്ലേ, ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ പവർ മൈനസ് എ ഇൻറ്റു വൈ ഡാഷ് എ പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ പവർ 1 മൈനസ് എ അല്ലേ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ മൈനസ് എ ഉണ്ട്, അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈ പവർ 1 മൈനസ് എ ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വൈ പവർ എ ഇവിടെ എന്താണോ അത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് യു ഈക്വൽ ടു ഈ പി ഓഫ് എക്സിൻ്റെ കൂടെയുള്ള ടേം ഉണ്ടല്ലോ, അതിനെ നിങ്ങൾ എപ്പോഴും ആ രീതിയിൽ നോക്കിയാൽ മതി. പി ഓഫ് എക്സിൻ്റെ കൂടെയുള്ള ടേമിനെ യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് യു എന്താണ്? യു ഈക്വൽ ടു വൈ പവർ 1 മൈനസ് എ, അഥവാ എഫ് ഓഫ് എക്സിൻ്റെ കൂടെയുള്ള ടേമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്ന് ഡി യു ഡിവൈഡ് ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട്
in our equation, that is ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ തന്നെയാണ് ഇതിലെ, ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഇക്വേഷൻ തന്നെയാണ് ഇത്, ദാറ്റ് ഈസ് ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ പോലെ, ഈ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പോലെ, ദാറ്റ് ഈസ് ഈ ഒരു ഫോമിൽ വന്നിട്ടുണ്ടായിരിക്കും, ഈ ഒരു ഫോമിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യൻ സോൾവ് xy dash plus y equal to xy cube. ഫസ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതണം അല്ലേ, y dash മാത്രമാക്കണം. ദാറ്റ് ഈസ് ത്രൂ ഔട്ട് എന്ത് ചെയ്യണം, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് y dash plus 1/x into y. നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു y power 3. ഇപ്പോൾ ഏത് ഫോമിലാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഏത് ഫോമിലാണ്? y dash plus p of x into y equal to some function of x into y power a എന്ന ഫോമുല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവിടെ എന്താണോ, ഇവിടെ വൈയുടെ പവർ 1 ഇൻറ്റു എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ വൈയുടെ ടേം കൊണ്ട് കംപ്ലീറ്റ് ഇൻറ്റു ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. y power 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം, y power 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും ഇവിടെ? y power -3 ഇൻറ്റു y dash plus നെക്സ്റ്റ് 1/x ഇൻറ്റു y power -3 ഇൻറ്റു y ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് y power -3 ഇൻറ്റു y dash പ്ലസ് ഇവിടെ 1/x ഇൻറ്റു y power -2 അല്ലേ, -3 + 1 -2, ദിസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി പുട്ട് u ഈക്വൽ ടു y power -2. ഇവിടെ ഈ f of xന്റെ കൂടെയുള്ള ടേമിനാണ് നിങ്ങൾ u കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് f of xന്റെ കൂടെയുള്ള ടേം അല്ലേ, f of x അല്ല, p of xന്റെ കൂടെയുള്ള ടേം. therefore u ഈക്വൽ ടു y power -2. എന്താണ് du divided by dx? du divided by dx equal to, that is -2 y power -3 into dy divided by dx അല്ലേ. y is a function of x ആണ്, therefore dy by dx. that is ഇതിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, that is -1/2 du divided by dx, this equal to y power -3 dy by dx അല്ലേ. ദാറ്റ് ഈസ് ഈ ഒരു ടേം ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഈ ഒരു ടേമിന് പകരം -1/2 du divided by dx, this plus 1/x y power -2. y power -2 എന്താണ്? ദാറ്റ് ഈസ് u അല്ലേ. ദാറ്റ് ഈസ് u ഈക്വൽ ടു 1. അപ്പോൾ ഒന്നും കൂടി പറയാം. ആദ്യം ഇവിടുത്തെ ടേം നോക്കാം. y ഡാഷിന്റെ കോഫിഷ്യന്റ് 1 ആണ് ചെക്ക് ചെയ്യാം. 1 ആണെങ്കിൽ ഇവിടുത്തെ ടേം കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ p of x എന്ന ഫംഗ്ഷൻ ആണ് ഇത് അല്ലേ. ഈ p of x എന്ന ഫംഗ്ഷന്റെ കൂടെയുള്ള ടേമിന് u കൊടുക്കുക. u കിട്ടിക്കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റ് ചെയ്യുക, അത് തിരിച്ച് നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എന്തായി? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു -1/2, that is minus du divided by 2 into dx equal to, വേണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് എടുക്കാം. ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായും? that is 1/x minus 1/x u e plus 1 എന്ന് കിട്ടി. ഓക്കെ, that is this equal to ത്രൂ ഔട്ട് ഈ 2 ഇവിടെ നിന്ന് പോകണമെങ്കിൽ ത്രൂ ഔട്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. ഒന്ന് അതാണ് ഏറ്റവും സിമ്പിൾ. ത്രൂ ഔട്ട് -2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ -2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ du divided by dx ആയി. ഇവിടെ -2/x into u, that's equal to ഇവിടെ എന്തായി? 2 ആയി, -2 എന്നായി. ഓക്കെ, ഇപ്പൊ ഇത് ഏത് ഫോമിലാണ്? തൊട്ട് മുന്നത്തെ ആ ഫോമിലായി അല്ലേ. സം y ഡാഷ്, ആ വൈയുടെ സ്ഥാനത്ത് u വന്നേ ഉള്ളൂ, വേറെ ഒരു പ്രത്യേകത ഇല്ല ഇതിന്. ദാറ്റ് ഈസ് u ഡാഷ് പ്ലസ് സം p of x into u ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് x. ഈ ഒരു ഫോമിലായി. ഈ ഒരു ഫോമിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇവിടുന്ന് p of x എഴുതാം അല്ലേ. എന്താണ് p of x?
p of x is equal to minus 2 by x. Next, f of x എന്താ? That's equal to minus 2. Therefore, solution എന്താണ്? u ആണ് ഇവിടെ ഫംഗ്ഷൻ. That is u into, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം. Okay, that is this equal to u into e raised to integrating factor if എന്താണ്? e power integral p of x dx എന്നായിരുന്നു. That is this equal to e power integral p of x എന്താ? minus 2 divided by x into dx. That's equal to e power minus 2 into log x എന്ന് വരും അല്ലേ? log x എന്ന് വരും. That is e power log x whole power minus 2. That's equal to 1 divided by x square. അല്ലെങ്കിൽ x power minus 2 അതെന്താണ്? 1 divided by x square. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. ആദ്യം സൊല്യൂഷൻ എഴുതാം. u into e power integral p of x dx. Next, that is this equal to integral of e power integral p of x dx into f of x dx. That is this equal to u into 1 divided by x square. Next, this equal to integral 1 divided by x square f of x എന്താ? minus 2 into dx. വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി. That is u divided by x square. That is integral ഈ minus this equal to minus 2 ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം അല്ലേ? ബാക്കി എന്തുണ്ട്? 1 divided by x square dx. That is this equal to u divided by x square. This equal to minus 2 into x power minus 2 plus 1 divided by minus 2 plus 1. Okay, plus c. ഇവിടെ എന്തുണ്ട്? plus c ഉണ്ട്. That is plus c. That is this equal to u divided by x square minus 2. ഇവിടെ ഒരു minus 1 വരും. That is this 2. ഇവിടെ divided by x എന്ന് വരും plus c എന്ന് വരും. ത്രൂ ഔട്ട് നമുക്ക് x സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് u ഈക്വൽ ടു 2x പ്ലസ് സി എക്സ് സ്ക്വയർ എന്നായി. എന്താണ് നമ്മൾ u കൊടുത്തത്? u തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. u നമ്മൾ കൊടുത്ത ടേം ആണ്. therefore യുക്ക് എന്താ? യുവിനെ എന്താണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? u ഈക്വൽ ടു y പവർ മൈനസ് 2 അല്ലേ? അത് തിരിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് u ഈക്വൽ ടു y പവർ മൈനസ് 2. y പവർ മൈനസ് 2. This equal to 2x plus cx square. ഇതാണ് complete solution അല്ലേ? implicit solution. Next question. Solve dy divided by dx minus y into tan x equal to sin x cos square x divided by y square. That is standard formula അല്ലേ? dy by dx minus y into some function of x into, പക്ഷേ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ട്? dy by dx minus y into tan x equal to sin x cos square x y power minus 2 എന്ന് വന്നിട്ടുണ്ട് അല്ലേ? into y power minus 2. therefore നമ്മൾ ചെയ്യാൻ പോണത് ത്രൂ ഔട്ട് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? that is ഇവിടെ dy divided by dx all divided by y power minus 2. next minus y divided by y power minus 2 tan x. next this equal to sin x. next cos square x. okay, that is this equal to, ഇനി ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആക്കി എഴുതാം. ഇതിനെ മുകളിലേക്ക് എഴുതുമ്പോൾ ഈ മൈനസ് ഉള്ളത് പ്ലസ് ആണ്. അപ്പോൾ y സ്ക്വയർ മൈനസ് dy by dx y square into dy by dx minus ഇത് മുകളിലേക്ക് വരുമ്പോൾ y square into y square that is y cube വരും. y cube into tan x. this equal to sin x cos square x എന്ന് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ p of x അല്ലേ? ആ p of x ന്റെ കൂടുതൽ ടേം ഏതാണ്? y cube. that is u equal to y cube എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? du divided by dx that's equal to 3y square into dy by dx. that is നമുക്ക് ഇവിടെ നോക്കി എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ടേം എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും.
അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ dy/dx മാത്രം എഴുതുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, ദാറ്റ് ഈസ് 1/3 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി, 1/3 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ du/dx ഈക്വൽ ടു y² dy/dx ആയി. എന്താണ് y² dy/dx? ദാറ്റ് ഈസ് ഇവിടെ എട്ടുള്ള ടൈം ആണ്. therefore നമുക്ക് എങ്ങനെ എഴുതാം, 1/3 du/dx മൈനസ് y³ അല്ലേ, y³ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു u ഇൻറ്റു tan x ഈക്വൽ ടു sin x cos² x. ഒരു 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ du/dx ആയി അല്ലേ, ദാറ്റ് ഈസ് du/dx മൈനസ് 3 ഇൻറ്റു u tan x ഈക്വൽ ടു 3 ഇൻറ്റു sin x cos² x എന്നായി. ഓക്കെ, ദാറ്റ് ഈസ് ഇത് ഏത് ഫോമിലാണ് ഇത്, ദാറ്റ് ഈസ് ഡോ ദാറ്റ് ഈസ് du/dx മൈനസ് 3 ഇൻറ്റു tan x ഇൻറ്റു u ഈക്വൽ ടു 3 sin x cos² x. ഇത് ഏത് ഫോമിലാണ്, ദാറ്റ് ഈസ് y ഡാഷ് പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് x ഇൻറ്റു y ഈക്വൽ ടു f ഓഫ് x എന്ന ഫോമില. പക്ഷെ y ഡാഷിന്റെ സ്ഥാനത്ത് u എന്ന് വന്നേ ഉള്ളൂ. ഓക്കെ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് p ഓഫ് x? p ഓഫ് x is equal to minus 3 tan x. ഓക്കെ, എന്താണ് f ഓഫ് x? f ഓഫ് x is equal to 3 sin x cos² x. ഇനി എന്ത് ചെയ്യാം, ഫസ്റ്റ് സൊല്യൂഷൻ എഴുതാം. therefore solution u ഇൻറ്റു ഇൻ്റഗ്രൽ p ഓഫ് x dx. എന്താണ് u കൊടുത്തത്, ഇവിടെ u ആണ് ഫംഗ്ഷന്. Okay, that is u into e power integral p of x dx. This equal to integral p of x dx into f of x dx plus c. ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം അല്ലേ, ഇത് നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. That is e power integral p of x minus 3 tan x. That is this equal to എങ്ങനെ വരും, e power integral 3 tan x നെ നമുക്ക് എന്ത് ചെയ്യാം, 3 cos x divided by sin x എന്ന് എഴുതാം. ഈ 3 നെ ഞാൻ പുറത്തേക്ക് എഴുതാണ്. ദാറ്റ് ഈസ് e പവർ 3 ഇന്റഗ്രൽ മൈനസ് cos x divided by sin x ഉണ്ട് അല്ലേ, sin x ന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത് അല്ലേ, sin x ന്റെ ഡെറിവേറ്റീവ് സോറി tan x പറഞ്ഞാൽ sin x divided by cos x ആണ്, cos x അല്ല, sin x divided by cos x ആണ്. ദാറ്റ് ഈസ് 3 sin x minus ഉണ്ട്, minus 3 sin x divided by cos x. That is minus sin x divided by cos x. അപ്പോൾ cos x ന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ കിടക്കുന്നത്. therefore നമുക്ക് എന്ത് ചെയ്യാം, ലോഗ് ഡിനോമിനേറ്റർ എന്ന് എഴുതാം അല്ലേ, ദാറ്റ് ഈസ് e പവർ 3 ഇൻറ്റു ലോഗ് cos x. 3 നമുക്ക് മുകളിലേക്ക് എഴുതാം അല്ലേ, ദാറ്റ് ഈസ് e പവർ ലോഗ് cos ക്യൂബ് x എന്നായി അല്ലേ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ദാറ്റ് ഈസ് cos ക്യൂബ് എന്നായി, ദാറ്റ് ഈസ് cos ക്യൂബ് x. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, u ഇൻറ്റു cos ക്യൂബ് x ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ cos ക്യൂബ് x ഇൻറ്റു f ഓഫ് x എന്തായിരുന്നു, f ഓഫ് x 3 f ഓഫ് x എന്തായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഓക്കെ 3 sin x ഇൻറ്റു cos² x, 3 sin x ഇൻറ്റു cos² x. That is this equal to u into cos cube x. This equal to integral 3 into sin x into cos raised to 5x dx. വളരെ സിമ്പിൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് നമുക്ക് ഇന്റഗ്രൽ ഇവിടെ പുട്ട് u ഈക്വൽ ടു cos x കൊടുക്കാം, ദെൻ അല്ലെങ്കിൽ u ആൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ, t കൊടുക്കാം, t ഈക്വൽ ടു cos x, then dt divided by dx എന്ത് വരും, that is sin with respect to t ചെയ്യുമ്പോൾ minus sin t വരും. നമുക്ക് വേണ്ടത് dx ആണ്, dx is equal to dt divided by sin t മൈനസ് ഉണ്ട് അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, that is integral 3 into sin t cos raised to 5 x, അതെന്താണ് t raised to 5 അല്ലേ, that is t raised to 5, t raised to 5 into dx എന്താണ് മൈനസ് dt divided by sin t. ക്യാൻസൽ ചെയ്യാം, sin t നമുക്ക് ക്യാൻസൽ ചെയ്യാം, ബാക്കി എന്തുണ്ട് മൈനസ് 3 into t raised to 5 dt. വളരെ സിമ്പിൾ ആൻസർ,
that is minus 3 t raised to 6 divided by 6 അല്ലേ ഇതിൻ്റെ കൂടെ ഒക്കെ പ്ലസ് സി ഉണ്ടായിരുന്നു ലാസ്റ്റ് വരെ നിങ്ങൾ ആ പ്ലസ് സി കൊണ്ടുപോകണം പ്ലസ് സി that is plus c again plus c that is u into cos cube x equal to minus t6 power divided by 2 അല്ലേ 3 cancel ചെയ്ത് divided by plus c എന്താണ് t equal to cos t ആയിരുന്നു അല്ലേ t equal to cos t therefore u cos cube x that's equal to minus cos x അല്ലേ cos power 6 x divided by 2 plus c that is this equal to എന്താ u നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ u equal to y cube ആയിരുന്നു അല്ലേ u equal to y cube okay ശരിയാണ് u equal to y cube സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം that is u equal that is y cube cos cube x equal to minus 1 by 2 cos power 6 x plus c എന്ന് കിട്ടി okay therefore throughout വേണമെങ്കിൽ എന്ത് ചെയ്യാം cos cube x കൊണ്ട് ഡിവൈഡ് ചെയ്യാം okay വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം okay that is ഇതാണ് final answer next solve next question solve y dash plus x into sin 2y equal to x cube cos square y എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം ഇവിടെ നോക്ക് ഇവിടെ y dash into next x into sin 2y equal to x cube into cos square y additionally എന്ത് ഈ ഒരു ടേം വന്നിട്ടുണ്ട് അല്ലേ therefore നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആദ്യം ഇതിനെ ഓക്കെ ത്രൂ ഔട്ട് കോസ് സ്ക്വയർ വൈ കൊണ്ട് ഫസ്റ്റ് എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും കോസ് സ്ക്വയർ വൈ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും ദാറ്റ് ഈസ് എന്തായി വൈ ഡാഷ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ വൈ പ്ലസ് എക്സ് ഇൻറ്റു സൈൻ 2y ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ വൈ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എക്സ് ക്യൂബ് അല്ലേ ഇതിനെ നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം അല്ലേ എന്താണ് സൈൻ 2y സൈൻ 2y പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈൻ y cos y അല്ലേ സൈൻ 2 തീറ്റ പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ 2y പറഞ്ഞാൽ 2 സൈൻ y കോസ് y therefore അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നെക്സ്റ്റ് എന്താണ് 1 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ y sec സ്ക്വയർ y ആണല്ലേ അപ്പോൾ sec സ്ക്വയർ y പ്ലസ് എക്സ് ഇൻറ്റു സൈൻ 2y സൈൻ y that is 2 into sin y cos y divided by cos square y നെ cos y എന്ന് എഴുതാം അല്ലേ ഈക്വൽ ടു എക്സ് ക്യൂബ് ഇതിലൊരു കോസ് വൈ ഇതിലൊരു കോസ് വൈ ക്യാൻസൽ ചെയ്യാം ബാക്കി എന്തുണ്ട് ബാക്കി സൈൻ സീക് സ്ക്വയർ വൈ ഇൻറ്റു വൈ ഡാഷ് നെക്സ്റ്റ് പ്ലസ് ഇവിടെ ബാക്കി സൈൻ വൈ ഡിവൈഡ് ബൈ കോസ് വൈ ഉണ്ട് ദാറ്റ് ഈസ് 2x ഇൻറ്റു ടാൻ വൈ എഴുതാം അല്ലേ 2x ഇൻറ്റു ടാൻ വൈ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടി അപ്പോൾ ഇവിടെ പി ഓഫ് എക്സിൻ്റെ കൂടെയുള്ള ഫംഗ്ഷൻ ഏതാണ് ടാൻ വൈ ദാറ്റ് ഈസ് നമുക്ക് എന്ത് ചെയ്യാം ടി ഈക്വൽ ടു അല്ലെങ്കിൽ യു ഈക്വൽ ടു ടാൻ വൈ എന്ന് കൊടുക്കാം ഇനി എന്താണ് ഡി യു ഡിവൈഡ് ബൈ ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് സീക് സ്ക്വയർ വൈ അല്ലേ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അത് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയുള്ളത് അല്ലേ സീക് സ്ക്വയർ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഡി വൈ ബൈ ഡി യു ഡിവൈഡ് ബൈ ഡി എക്സ് കൊടുക്കാം ഡി യു ഡിവൈഡ് ബൈ ഡി എക്സ് പ്ലസ് 2x ഇൻറ്റു യു ഈക്വൽ ടു എക്സ് ക്യൂബ് ഇപ്പം നോക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു ഇക്വേഷനായി അല്ലേ ഇനി ഇവിടെ പി ഓഫ് എക്സ് എന്താ പി ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്താണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് therefore സൊല്യൂഷൻ എന്താണ് യു ഇൻറ്റു ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇ പവർ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലേ ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ദാറ്റ് ഈസ് 2x dx
ദാറ്റ്സ് ഈക്വൽ ടു e പവർ എന്ത് വരും എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് u into e power x square. This equal to integral e power x square. എന്താണ് f of x? f of x is equal to x cube ആണ് അല്ലേ. That is x cube into dx plus c എന്നായി. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? വളരെ സിമ്പിൾ. നമ്മൾ മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായി തോന്നും. ഇവിടെ നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ പവർ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ചെയ്താൽ ഇത് രണ്ടും മിനിറ്റ് ചെയ്ത് തന്നെ കിട്ടും. പുട്ട് ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 2x എന്ന് വരും. നമുക്ക് ഡി എക്സ് ആ വേണ്ടത്. അപ്പോൾ ഡി എക്സ് എന്തായി? ഡി ടി ഡിവൈഡ് ബൈ 2x ആയി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ടി ഇൻറ്റു ഇ പവർ ടി ഇൻറ്റു ഡി എക്സ് പറഞ്ഞാൽ ഡി ടി ഡിവൈഡ് ബൈ 2x പ്ലസ് എക്സ് എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വളരെ സിമ്പിൾ ഫോമിലേക്ക് മാറി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ടി ഇ റേസ് ടു ടി ബൈ 2 1/2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, പ്ലസ് സി. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. പോളിനോമിയലും വേറെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ 1/2 ഫസ്റ്റ് ടി എഴുതി, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ഇ റേസ് ടു ടിയുടെ ഇൻ്റഗ്രൽ -1 അഗൈൻ ഇ റേസ് ടു ടി. ഓക്കെ, കംപ്ലീറ്റ് ആയി. പ്ലസ് സി. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 1/2 ടി ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി അല്ലേ. പ്ലസ് സി. എന്താണ് ടി? ടി എന്താ നമ്മൾ കൊടുത്തത്? ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ് നമ്മൾ കൊടുത്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി എക്സ് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് 1/2 എക്സ് സ്ക്വയർ e power x square minus e power x square next into plus c അല്ലേ. ഇവിടെ എന്താണുള്ളത്? u into e power x square അല്ലേ. ത്രൂ ഔട്ട് e power x square കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് u ഈക്വൽ ടു, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. ഇവിടെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താം. u എന്തായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്? u ഈക്വൽ ടു tan y ആയിരുന്നു. therefore tan y into e power x square, this equal to 1/2 into x square e power x square minus 1/2 into e power x square plus c എന്ന് കിട്ടി അല്ലേ. വേണമെങ്കിൽ e power x square ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? tan y equal to 1/2 x square e power x square divided by 2 minus 1/2 e power x square all divided by 12 അല്ലേ. e power 2x square ഇവിടെ e പവർ എക്സ് സ്ക്വയർ പ്ലസ് സി ഡിവൈഡ് ബൈ ഇ പവർ എക്സ് സ്ക്വയർ. ഒന്നും കൂടി ക്യാൻസൽ ചെയ്യാം അല്ലേ. ഈ ടേമിലും ഇവിടെയും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് tan y ഈക്വൽ ടു 1/2 എക്സ് സ്ക്വയർ മൈനസ് 1/2 പ്ലസ് സി ഇൻറ്റു ഇ പവർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Solve y into 2xy plus e power x into dx minus e power x dy equal to 0. എങ്ങനെ സോൾവ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം അല്ലേ. ദാറ്റ് ഈസ് y into 2xy plus e raised to x into dy equal to e power x dy എന്ന് എഴുതി. ദാറ്റ് ഈസ് ഇവിടെ dx ആണ്. ദാറ്റ് ഈസ് ഇതിനെ ഇങ്ങോട്ട് എടുക്കണം, ഇതിനെ ഇങ്ങോട്ട് എടുക്കണം. അപ്പം എന്തായി? dy by dx ദിസ് ഈക്വൽ ടു y into e 2xy plus e raised to x all divided by e raised to x എന്നായി. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു dy divided by dx ദിസ് ഈക്വൽ ടു ഇവിടെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ 2x y സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ദാറ്റ് ഈസ് y എന്നായി. ഓക്കെ, ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. dy ബൈ dx മൈനസ് y ഈക്വൽ ടു 2x ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് y സ്ക്വയർ. എന്തിനാണ് നമ്മൾ u കൊടുക്കുക? ഇവിടെ അല്ലേ എഫ് ഓഫ് എക്സിന്റെ കൂടുതൽ ടേമിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലേ. y സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ y സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ y പവർ -2 dy ഡിവൈഡ് ബൈ dx മൈനസ് ഇവിടെ എന്തെങ്കിലും y പവർ ഇവിടെ -3
ഇവിടെ 1 വരും, പിന്നെ y പവർ -2 വരും. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 2x ഡിവൈഡ് ബൈ e പവർ x എന്ന് വന്നു. ദാറ്റ് ഈസ് y പവർ -2 dy divided by dx minus y power -1 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 2x divided by e raised to x. എന്താണ് p of x? p of x is equal to -1. ഇനി എന്താണ് f of x? f of x is equal to 2x divided by e raised to x. ഓക്കെ, therefore ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. എന്തിനാണ് നമ്മൾ u കൊടുക്കുക? u equal to y പവർ -1 ന്, കാരണം ഇവിടെയാണ് എന്ത് p of x. അപ്പോൾ u y പവർ -1 എന്നാൽ du divided by dx that's equal to -1 y പവർ -2 into dy by dx. ഈ -1 നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? that is minus du divided by dx equal to y പവർ -2 dy by dx. ഇതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. എപ്പോഴും അങ്ങനെ വരാം. ഈ ഒരു ടൈപ്പിലുള്ള ഏത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ടേമിനെ ഇവിടുന്ന് അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് du divided by dx മൈനസ് നെക്സ്റ്റ് u ഈക്വൽ ടു 2x divided by e പവർ -a പവർ x. ത്രൂഔട്ട് മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് വന്നു? du divided by dx പ്ലസ് u ഈക്വൽ ടു -2x e പവർ x. ഇനിയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലേ. ഇനിയാണ് നിങ്ങൾ p of x ഉം f of x ഉം നമ്മുടെ ക്വസ്റ്റ്യനിലെ f of x ഉം p of x ഉം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇവിടെ എഴുതിയിട്ടുള്ളത് മിസ്റ്റേക്കാണ്. ഇത് p of x നമ്മൾ എടുക്കാനായിട്ടില്ല. കാരണം ഇവിടെ y സ്ക്വയറിൻ്റെ ടേമിനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ p of x ഉം അതുപോലെ തന്നെ f of x ഉം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ f of x എന്താ? f of x is equal to e പവർ -2x divided by -2x divided by e പവർ x. നെക്സ്റ്റ് എന്താണ് p of x? that's equal to, ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. u into integral p of x dx this equal to integral e power integral p of x dx into f of x into dx plus c. okay, that is this equal to u എന്താണ്? u equal to u into e power p of x എന്താ വരും? e power x വരും അല്ലേ. e power x this equal to integral e power x minus 2x divided by e power x. വളരെ സിമ്പിൾ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുള്ളൂ? u e power x is equal to integral -2x dx plus c അല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് u into e raised to x this equal to -2x square by 2 വരും അല്ലേ. പ്ലസ് c 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് u into e power x equal to -x square plus c എന്ന് കിട്ടി. ഓക്കെ, എന്തായിരുന്നു u equal to y പവർ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് y പവർ -1 e പവർ x is equal to c -1 എങ്കിൽ c -x square എന്ന് എഴുതാം. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഓക്കെ, കംപ്ലീറ്റ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കംപ്ലീറ്റ് പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.